What is normal? What is abnormal? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഡെഫിനിഷൻസ് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയേ. വാട്ട് ഈസ് അബ്നോർമാലിറ്റി? നോർമലി വിട്ടേക്കാം. വാട്ട് ഈസ് അബ്നോർമാലിറ്റി? ഓക്കെ, ഞാൻ MSW ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ സൈക്കാട്രിക് ക്ലാസ്സിൽ ഞങ്ങളുടെ സാറ് ക്ലാസ്സിൽ വന്നിട്ട് ഫസ്റ്റ് ബോർഡിൽ എഴുതി വാട്ട് ഈസ് അബ്നോർമൽ. ഫൈനൽ ഇയർ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഒരു സോഷ്യൽ വർക്കറായി മാറി എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങുന്ന സമയം. അപ്പോൾ സാറിങ്ങനെ എഴുതിയിട്ട് ഞങ്ങളോട് ചോദിച്ചു വാട്ട് ഈസ് അബ്നോർമൽ. എല്ലാവരും ഡെഫിനിഷൻസ് ഒക്കെ ആലോചിച്ചു. എല്ലാവരും പറഞ്ഞു what is not normal is abnormal. So what is normal? A bit confusing. So what is normal and what is abnormal എന്നതിന് സാർ ഒരു ആൻസർ തന്നു. സോ ഐ വിൽ ടെൽ ദാറ്റ് ആൻസർ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. വേറൊരു ഗുരുവിനെ കുറിച്ച് എനിക്ക് സംസാരിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ ഗുരു അവിടെ നിൽക്കട്ടെ. മറ്റൊരു ഗുരു, ആ ഗുരു എന്നെ പഠിപ്പിച്ചത് ഞാൻ 9th പഠിക്കുമ്പോൾ എന്നെ മലയാളം പഠിപ്പിക്കാൻ വന്നൊരു ടീച്ചറാണ്. അപ്പം പുള്ളിക്കാരി പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ അഭ്യൂഹങ്ങൾ കേട്ടായിരുന്നു. ആൾ ഇച്ചിരി തലയ്ക്ക് വെളിവില്ലാത്ത ടീമാണ്. പഠിപ്പിച്ച വെറുതെ കഥകളൊക്കെ പറഞ്ഞങ്ങ് ഇരിക്കും. ഒന്നും മനസ്സിലാവില്ല. അല്ല, പഠിപ്പിക്കേണ്ട പാഠങ്ങളൊന്നും വേണ്ട രീതിയിൽ. ഈ ടീനേജ് പിള്ളേരുടെ ഒരു പ്രശ്നമാണ്, ഭയങ്കര ക്രിറ്റിസിസം ആണല്ലോ നമ്മുടെ ആ ഒരു പ്രായത്തിൽ. നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാം ക്രിട്ടിക്കലി നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയമാണ്. നമ്മൾ ആരുടെയും ഒരു എംപത്തറ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കത്തില്ല ആ പ്രായത്തിൽ, അല്ലേ? ഭയങ്കര ക്രിറ്റിസിസമാണ്. അപ്പം ഈ പുള്ളിക്കാരി വന്ന് നമ്മൾ മലയാളത്തിന് തോറ്റുപോകും. കാരണം പുള്ളിക്കാരി പഠിപ്പിക്കുന്ന ചുമ്മാ പുള്ളിക്കാരിയുടെ കഥയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിള്ളേരങ്ങോട്ട് നമ്മൾ സംസാരമുണ്ട്. പക്ഷേ പുള്ളിക്കാരുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പുള്ളിക്കാരി ചെയ്യിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞു, നോട്ട്ബുക്ക് തുറക്കാൻ പറഞ്ഞു. ഫസ്റ്റ് പേജിൽ പുള്ളിക്കാരി ഇങ്ങനെ എഴുതിപ്പിച്ചു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സർവത്തിനും മതിയായവനാകുന്നു. നിന്റെ ശക്തി എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നെഴുതാൻ പറഞ്ഞ്. ആ ക്ലാസ്സിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇതൊരു ബൈബിൾ വചനമാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, ഏത് ദൈവത്തെ വിശ്വസിക്കുന്നവനും ഉപകാരപ്പെടുന്ന ഒരു വചനമാണെന്ന് പറഞ്ഞിട്ട് ആ മിസ് ഞങ്ങളെ കൊണ്ട് അത് ആദ്യമേ എഴുതിപ്പിച്ചു. അപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്താ പറയുക ഇറങ്ങിപ്പോയത് ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡായിരുന്നു. ഈ പറയുന്ന ആൾക്കാരെല്ലാം പറഞ്ഞ ആ ഒരു ജഡ്ജ്മെൻറ്റോടുകൂടി ആ ക്ലാസ്സിൽ കേൾക്കാനിരുന്ന ഞാൻ ഇത് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയൊരു സമാധാനം അതിന്ന് ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ ആ ഗുരു എനിക്ക് തന്നത് എൻ്റെ അകക്കണ്ണുകളിലേക്കുള്ളൊരു പ്രകാശമായിരുന്നു. എന്നെനിക്ക് തോൽവി ഉണ്ടാവുമെന്ന് തോന്നുമ്പം, ജീവിതത്തിന് തോൽവി ഉണ്ടാവുമെന്ന് തോന്നുമ്പം, നിൻ്റെ ബലഹീനതയ്ക്ക് ശക്തമായി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, നിൻ്റെ ബലഹീനതയെ താങ്ങുന്ന ഒരു ദൈവമുണ്ടെന്ന് കാണിച്ചു തന്ന ഒരു ഗുരുവാണത്. അപ്പം ലോകം പരിഹസിക്കാം. ഫോർ മീ ഷീ ഈസ് യുണീക്ക്, നോട്ട് അബ്നോർമൽ. ബിക്കോസ് പുള്ളിക്കാരി തൊട്ടത് എൻ്റെ ഹൃദയത്തെയാണ്. എൻ്റെ ബുദ്ധിയെ തൊടാൻ പുള്ളിക്കാരിക്ക് സാധിച്ചിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കമ്പാരിസണിൻ്റെ ഒക്കെ ഒരു പുറകെ പോകേണ്ടി വരും. മറ്റേ മിസ് പഠിപ്പിക്കുന്ന പോലെ ഈ മിസ് പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റും. പക്ഷേ ആ നോളജിനെ കഴിഞ്ഞ് ഉപരിയായിട്ട് ആ ഗുരു അല്ലെങ്കിൽ ആ മിസ് എൻ്റെ ഹൃദയത്തെയാണ് തൊട്ടത്. കാരണം നാളെ ഞാൻ ജീവിതത്തിൽ തോറ്റു പോകാതിരിക്കാൻ വേണ്ടി, ആ സബ്ജക്റ്റിനല്ല, എൻ്റെ ജീവിതത്തിലെ തോൽവിയുടെ മുമ്പ് ഞാൻ നിൽക്കും, എങ്ങനെ അതിനെ പിടിച്ചു കയറണമെന്ന് പറയാൻ വേണ്ടി ആ 2 വാക്ക് ഇന്നും എവിടെ എനിക്ക് ഫെയിലിയർ ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ ഞാൻ ആ വചനം എന്നും ഓർക്കാറുണ്ട്. നിന്റെ ശക്തി എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു, അല്ലേ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സർവത്തിനും മതിയായവനാകുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ വേഴ്സ് ദാറ്റ് വുഡ് ഹെൽപ്പ് മീ ടു ഗോ എഹെഡ്, അല്ലേ? ഒരു ബൂസ്റ്റാണ്, അല്ലേ? ഒരു ബോൺവിറ്റയാണെന്ന് പറയാം. ഇനി ഞാൻ മറ്റേ ഗുരുവിലേക്ക് വരാം. MSW ഗുരു സാറ് ഈ സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സാണ് ഞങ്ങൾ, ഇപ്പം അങ്ങോട്ടാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന ഒരു 10-33 യുവാക്കളുടെ അടുത്തേക്ക് സാരി ക്വസ്റ്റ്യൻ കിട്ടും. പല സയൻറ്റിഫിക് ആയിട്ടുള്ളതും പ്രൂഫ് ആയിട്ടുള്ളതും തിയറിറ്റിക്കലായിട്ടുള്ളതൊക്കെ ആൻസേഴ്സ് ഇങ്ങനെ പട്ടേന്ന് വന്നു. ആൻഡ് വാട്ട് ഹാപ്പൻ ലാസ്റ്റ്? സാർ ചോദിച്ചു, എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ നിങ്ങൾക്ക് പറയാൻ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാർ ഈ നോർത്ത് ഭാഗത്തൊക്കെ ഈ അഘോരികൾ എന്ന് പറഞ്ഞ കുറേ സന്യാസികളില്ല, അവർ ഈ ഡെഡ് ബോഡീസ് ഒക്കെ കഴിക്കത്തില്ലേ, സോ ദാറ്റ് ഈസ് അബ്നോർമൽ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു, സാർ ചെയ്തെന്താ വെച്ചാൽ സാർ ഞങ്ങളൊരു വീഡിയോ കാണിച്ചു. ആ വീഡിയോയിൽ നമ്മൾ ഈ ശൂലം നാക്കിൽ കൂടെ കുത്തി പ്രദക്ഷിണം ചെയ്യുന്ന നമ്മുടെ ഒരു റിച്വൽ ഉണ്ടല്ലോ, കേരള സൗത്ത് പാർട്ടിലൊക്കെ ഉള്ള ഒരു റിച്വൽ ഉണ്ടല്ലോ,
അത് സാറങ്ങ് പ്ലേ ചെയ്തു. എന്നിട്ട് സാറ് ചോദിച്ചു, ഇസ് ദിസ് നോർമൽ ഓർ അബ്നോർമൽ? എ ബിഗ് ക്വസ്റ്റ്യൻ ടു എ കേരളൈറ്റ്. കാരണം ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഇന്നേ വരെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈസ് ദാറ്റ് അബ്നോർമൽ ഓർ നോർമൽ? ചിന്തിച്ചിട്ടുണ്ടോ? ഫോർ us it's normal because we are used to see that from our childhood as something normal. അല്ലേ? So what is actually normal and abnormal? ആരാണ് നോർമൽ, ആരാണ് അബ്നോർമൽ? ആ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളിലേക്ക് ഇടുകയാണ്. ഈ ക്വസ്റ്റ്യൻ സാർ അന്ന് ചോദിച്ചതുകൊണ്ട് അഗെയിൻ 9ാം ക്ലാസ്സിലൊരു ടീച്ചർ എനിക്ക് അകക്കണ്ണ് തുറന്നു തന്നു. ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് വേണ്ട, അല്ലേ? Who are you to criticize others? Are you normal? Simple question. What is normal for you may be not be normal for me. അല്ലേ? So nobody is എന്താ പറയുക, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ കല്ലെറിയട്ടെ എന്ന് ഒരു വലിയ ഗുരു പറഞ്ഞില്ലായിരുന്നോ പണ്ട്? അന്ന് നോർമലായിരുന്നോ കല്ലെറിയുന്നത്? അപ്പോൾ അവിടെ ജീസസ് അബ്നോർമൽ അല്ലേ? നോട്ട് ഗോയിങ് ടു ഗോ മോർ. അപ്പോൾ 3 ഗുരുക്കളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഒരു ഗുരുവിന് നമ്മുടെ ഹൃദയത്തെ തൊടാൻ സാധിക്കും, ഹൃദയത്തിൽ വെളിച്ചം കൊണ്ടുവരാൻ സാധിക്കും, പ്രകാശം പരത്താൻ സാധിക്കും, അല്ലേ? ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുരുവായ യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃക മുന്നിൽ നിർത്തി നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്.